കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ നേരത്തെ തന്നെ വന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് തിരുമേനിയോട് സംസാരിച്ച് താലി വരെ വാങ്ങിച്ചു പൂജിച്ചു വെച്ചു. പക്ഷേ ആ നേരം വരെ സുനന്ദ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നികേഷിന് ആകെ ഒരു പേടി തോന്നുന്നുണ്ട്. അവൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധിയെടുത്തി, സുനന്ദ വരുമല്ലോ അല്ലേ, നമ്മൾ ചതിക്കില്ലല്ലോ? പക്ഷേ നിധിക്ക് ആത്മവിശ്വാസം തന്നെയായിരുന്നു, ഉറപ്പായിട്ടും വരും, വരാതിരിക്കില്ല. ഈ അമ്പലത്തിൽ വെച്ച് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ് എന്ന്, സുഭാഷേട്ടൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വരുമെന്നും അവൾ തറപ്പിച്ച് പറഞ്ഞു. വേറൊരാളെ തൻ്റെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ അവൾക്കൊട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയാണ് നിധി. അന്നേരം നമുക്ക് കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇങ്ങനെ സുനന്ദയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുഹൂർത്തത്തിന് ഇനിയും സമയമുള്ളത് കൊണ്ട് തന്നെ അവരവിടെ തന്നെ ഇരുന്നു. ആ സമയത്തന്നെ സുനന്ദയാണെങ്കിൽ വീട്ടിൽ ആകെ ടെൻഷനായിരിക്കും. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും ലളിതയൊന്ന് പുറത്ത് പോയിട്ട് വേണം അവൾക്ക് അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലളിത പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സുനന്ദ. അവർ പോയ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ബാഗിലാക്കി വെച്ചു. കാരണം ഇനി ആ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ കാർഡും കാര്യങ്ങളും രേഖകളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. അതിനുശേഷം ഒരു സാരിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഹാളിലേക്ക് വന്നപ്പോൾ ദാ ഇരിക്കുന്നു അച്ചമ്മ. ലളിത അമ്മയെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ലളിത പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനന്ദയൊന്ന് നോക്കിയേക്കണമെന്ന്, കണ്ണ് തെറ്റിയ അവൾ അപ്പുറം കടക്കുമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുനന്ദ ഹാളിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എടി നീ ഇത് എങ്ങോട്ടേക്ക് പോവാണ്? സുനന്ദ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് അച്ചമ്മേ. നീ ഇന്നലെ അമ്പലത്തിലേക്ക് പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ചില വഴിപാടുകളുണ്ട്, അതുകൊണ്ട് ചെല്ലണമെന്ന് സുനന്ദ പറഞ്ഞു. അല്ല, ലളിത എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അച്ചമ്മ പറഞ്ഞപ്പോൾ അമ്മ ധൃതിയിൽ പോയതുകൊണ്ട് മറന്നതായിരിക്കുമെന്ന് സുനന്ദ മറുപടി കൊടുത്തു. പക്ഷേ അച്ചമ്മ വിട്ടുകൊടുത്തില്ല. നീ ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ കട്ടായം പറഞ്ഞു. സുനന്ദയാണെങ്കിൽ ആകെ കുടുങ്ങിപ്പോയി. ഇതെന്ത് പുലിവാലായെന്ന് ആലോചിച്ച് അവൾ പതുക്കെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. വേഗം തന്നെ ടി വി അങ്ങ് ഓൺ ചെയ്തിട്ട് അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു പഴയ സീരിയൽ അങ്ങ് വെച്ചു കൊടുത്തു. അച്ചമ്മയെ ഇന്നലെ കാണാൻ പറ്റാത്ത ആ ഒരു സീന് ഇപ്പോഴിതാ ഇതിലുണ്ട്, നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ അതിലങ്ങ് ലയിച്ചിരുന്നു. ആ തക്കത്തിന് സുനന്ദ പതുക്കെ അകത്തേക്ക് കയറി പുറത്തേക്ക് കിടക്കാൻ തന്നെ പ്ലാനിട്ടു. ഇതേ സമയം അമ്പലത്തിൽ നിധിയും സുധീഷും ആകെ വെപ്രാളത്തിലായിരിക്കും. സുനന്ദയെ കാണാത്തത് കൊണ്ട് തന്നെ നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അവൾ വരുമോ എന്ന്. തിരുമേനി വന്ന് സുധീഷിനെ വിളിച്ചു. അകത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. താലിയൊക്കെ റെഡിയായില്ലേ, നോക്ക്. അവർ പുറത്തേക്ക് വരുമ്പോൾ സുധീഷ് തൻ്റെ പേടി നിധിയോട് പങ്കുവച്ചു. സുനന്ദയുടെ കാര്യമാണ്, നമ്മളെ പറ്റിച്ചതാണോ എന്ന് സംശയമുണ്ട് എന്ന് അവൻ ചോദിച്ചു. നിധി അവനെ ആശ്വസിപ്പിച്ചു. അവൾ അങ്ങനെ ചെയ്യില്ല, അമ്പലത്തിലല്ലേ കല്യാണം, പെട്ടെന്ന് തന്നെ തീരുമെന്നും പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ അവർ അങ്ങനെ ഓർത്തെടുത്തു. സുഭാഷും അച്ചമ്മയൊക്കെ അവിടെ വലിയധികം പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പേടിക്കേണ്ട സുഭാഷേട്ടാ, അവൾ വരും. വീട്ടിൽ സുനന്ദ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നത്. അവൾ ആ ഫോട്ടോ നോക്കി അച്ഛനോടും അമ്മയോടും മനസ്സിൽ മാപ്പ് ചോദിച്ചു. എനിക്ക് സുഭാഷേട്ടനെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നും കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അവൾ അവിടെ നിന്നും പടിയിറങ്ങി. പക്ഷേ ഗേറ്റ് കടക്കാൻ തുടങ്ങുമ്പോഴേക്കും ലളിത തിരികെ വരുന്നു. എന്തോ മറന്നു വെച്ചത് എടുക്കാൻ തിരിച്ചു വന്നതാണ് അവർ. സുനന്ദയെ കണ്ടതോടുകൂടി തന്നെ ലളിത ഒന്ന് ഞെട്ടി. എടി നീ എങ്ങോട്ടേക്കാടി ഒരുങ്ങിക്കെട്ടി ബാഗും തൂക്കി പോകുന്നത് എന്ന് ചോദിക്കും. സുനന്ദ അമ്പലത്തിലേക്കാണ് എന്ന് പറഞ്ഞുവെങ്കിലും കയ്യിലെ ബാഗ് കണ്ടിട്ട് ലളിതയ്ക്ക് വല്ലാത്ത സംശയം തോന്നി. അവസാനം ലളിത അവിടെ ബലമായി പിടിച്ച് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. സത്യം പറയടി, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സുനന്ദ അപ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. അതെ, ഞാൻ ഇറങ്ങിപ്പോവാൻ തന്നെയാണ്. സുഭാഷേട്ടൻ അമ്പലത്തിൽ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അവൾ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി തന്നെ ലളിതയ്ക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ കരണത്തറ ഒറ്റന്നങ്ങ് പൊട്ടിച്ചു. കൊന്നാലും ശരി, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിതം മതിയെന്ന് സുനന്ദ പറയാണ്. നിനക്ക് ആ മേസ്തിരിയെ തന്നെ വേണമല്ലേടി എന്നൊക്കെ ചോദിച്ചു കൊടുത്തിനെ ലളിത ആക്രോശിച്ചു. സുനന്ദ വിട്ടുകൊടുത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പോവുമെന്ന് ഭീഷണിപ്പെടുത്തി. ലളിത അപ്പോൾ ഒരു കടുങ്കൈ പ്രയോഗിച്ചു. എടി നീ പൊയ്ക്കോടി, അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എൻ്റെ ശവമായിരിക്കും ഇവിടെ വീഴുന്നത് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ സുനന്ദ ആകെ തകർന്നു പോയി. അച്ചമ്മയും അവളെ കുറേയധികം ശകാരിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നോർത്ത് കൊടുത്തിട്ട് സുനന്ദ അവിടെ ഇരുന്നങ്ങ് പൊട്ടിക്കരയാണ്. അമ്പലത്തിലാണെങ്കിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനി വന്ന് മുഹൂർത്തം കഴിയാറായി എന്ന് ഓർമ്മിപ്പിച്ചു. നിധിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അവൾ സുഭാഷിനോട് പറയുന്നുണ്ട്, അവൾ വരുമെന്നാ പറഞ്ഞത്, അവസാന മുഹൂർത്തം കഴിഞ്ഞു. തിരുമേനി ആ താലിയെടുത്ത് സുഭാഷിൻ്റെ കയ്യിൽ കൊടുത്തു. മുഹൂർത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോയി. സുഭാഷ് ആ താലി വാങ്ങി തൻ്റെ പോക്കറ്റിലങ്ങ് വെച്ചു. ആകെ തകർന്നു നിൽക്കുന്ന നിധി സുഭാഷിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്.
എൻ്റെ വാക്ക് കേട്ടിട്ടില്ലേ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് കരഞ്ഞ നിധിയെ സുഭാഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല നിധി, അതൊക്കെ പോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറയാണ് സുഭാഷ്. സുനന്ദ വീട്ടിൽ തളർന്നിരിക്കുമ്പോൾ അമ്പലമുറ്റത്ത് ഒരു കല്ലുപോലെ സുഭാഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പോക്കറ്റിലിരുന്ന ആ താലി അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. നിധി അടുത്ത് ചെന്ന് സുഭാഷേട്ടൻ്റെ തോളിൽ അങ്ങ് കൈവച്ചു. സുഭാഷേട്ടാ, നമുക്ക് പോവാം. ഇനി ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നിധിയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. സുഭാഷ് ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ നടന്നു. ഓരോ ചുവടിലും അവൻ അവളുടെ ചിരിയും വാക്കുമെല്ലാം തന്നെ ഓർത്തെടുത്തു. അമ്പലത്തിൻ്റെ പടികളിറങ്ങുമ്പോൾ അവൻ ഒരിക്കൽ കൂടി പിന്നിലേക്ക് നോക്കി. താൻ കണ്ട സ്വപ്നം അവിടെ ആ ഒരു ജീവിതം തന്നെ അവസാനിച്ചിരിക്കുന്നു. അതേസമയം വീട്ടിൽ സുനന്ദ ഒരു ഭ്രാന്തിയെപ്പോലെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുകയാണ്. ലളിതയുടെ ഭീഷണി അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അമ്മേ, നിങ്ങൾ എന്നെ കൊന്നു, ജീവനോടെ തന്നെ കൊന്നു. അവൾ ചുമരിൽ തല്ലിക്കരഞ്ഞു. ലളിത പുറത്ത് കഥ കടച്ച് കുറ്റിയിട്ട് കാവൽ നിൽക്കുകയാണ്. അച്ചമ്മ അടുത്ത് ചെന്ന് പതുക്കെ പറഞ്ഞു, ലളിതേ, അവൾക്ക് വല്ലതും പറ്റുമോ? ലളിത രൂക്ഷമായി നോക്കി. ഒന്നും പറ്റില്ല, കുറച്ചു കഴിയുമ്പോൾ താനെ അങ്ങ് മാറിക്കോളും. അവളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ആ മേസ്തിരിയുടെ കൂടെ കളയാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ രാത്രിയായിട്ട് സുരന്ദ ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറായില്ല. അവളുടെ കണ്ണുകളെല്ലാം വീർത്ത് തടിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു. സുധീഷിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. അവൻ തകർന്നടിഞ്ഞിരിക്കുകയാണ് സുനന്ദേ. അവൻ ആ താലി അപ്പോഴും മുറുകെ പിടിച്ചിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ നീ എന്തിനാ അവനിങ്ങനെ പ്രതീക്ഷ കൊടുത്തത്? ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ തന്നെ സുനന്ദയുടെ വിവാഹാലോചനയുമായി വന്നവർ വീട്ടിലേക്കെത്തി. ലളിത അവരെ സ്വീകരിച്ചു. സുനന്ദയെ അവർക്ക് മുന്നിൽ എത്തിക്കാൻ ലളിത മുറി തുറന്നു കൊടുക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. സുനന്ദ തൻ്റെ മുടിയെല്ലാം മുറിച്ചു മാറ്റിയിരിക്കുന്നു. അവളുടെ മുഖത്തെ ആ ഒരു ശോഭ തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, ഇനി ഏത് വരൻ്റെ മുന്നിലാ നിങ്ങൾ എന്നെ കൊണ്ടുപോയി നിർത്തുക? അവൾ ഒരു തരം നിർവികാരതയോടെ ചോദിച്ചു. സുനന്ദയുടെ ആ ഒരു ഇപ്പോഴത്തെ രൂപം കണ്ടുകൊണ്ട് തന്നെ ലളിത ആകെ തകർന്നു പോയി. പണവും അന്തസ്സും നോക്കി മകളുടെ ജീവിതം വെച്ച് കളിച്ചവർക്ക് മുന്നിൽ അവൾക്ക് മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങകലെ കടൽ തീരത്ത് തനിച്ചിരിക്കുന്ന സുഭാഷ് ആ ഒരു താലി പുറത്തേക്കെടുത്തു. തിരമാലകൾ അവൻ്റെ കാലിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. അവൻ ആ താലിയിലേക്ക് നോക്കി ചിരിച്ചു. ഒരു വല്ലാത്തൊരു ചിരി. നീ വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു സുനന്ദേ, പക്ഷേ നിന്റെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു. അവൻ ആ താലി ദൂരേക്ക് കടലിലേക്ക് അങ്ങ് എറിഞ്ഞു. അത് ആ തിരമാലകളിൽ അങ്ങ് മുങ്ങിപ്പോയി. അവൻ എഴുന്നേറ്റ് നടന്നു, ലക്ഷ്യമില്ലാതെ, നിറമില്ലാതെ. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് സുഭാഷ്. സുനന്ദയും സുഭാഷും ഒരേ ആകാശത്തിന് കീഴിൽ രണ്ട് ദിശകളിലേക്ക് മാറിപ്പോയി. വീട്ടുകാരുടെ വാശിയും സമൂഹത്തിൻ്റെ വേർതിരിവും ജയിച്ചപ്പോൾ തോറ്റുപോയത് രണ്ട് പാവം മനുഷ്യരുടെ ഹൃദയങ്ങളായിരുന്നു. ഇനി സുനന്ദയുടെ വീട്ടുകാർ ഇതിനെല്ലാം തന്നെ തക്ക മറുപടി പറയുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.